Isometric projection, the next question is a cone of diameter 40 millimeter base and 50 millimeter height is surmounted എന്ന് പറയുന്നത് മീനിങ് പ്ലേസ്ഡ് ഓൺ ടോപ്പ് എന്നാണ് മീനിങ്. അതായത് ഒരു സോളിഡിന് മുകളിൽ മറ്റൊരെണ്ണം വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ കോണിനെ മുകളിൽ വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. എ കോൺ ഓഫ് ഡയമീറ്റർ 40 millimeter ബേസ് ആൻഡ് 50 millimeter ഹൈറ്റ് ഈസ് സർമൗണ്ടഡ് ഓവർ എ സ്ക്വയർ സ്ലാബ്. ഒരു സ്ക്വയർ സ്ലാബിന് മുകളിലായിട്ടാണ് കോണിന് വെച്ചിരിക്കുന്നത്. സ്ക്വയർ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ പ്രിസം തന്നെയാണ്. ഓഫ് 60 millimeter സൈഡ് ആൻഡ് 40 millimeter thickness on HP, so that one edge of a square is parallel to VP. Draw the isometric view of combination. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഐസോമെട്രിക്കിലെ തന്നെ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ്. കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. അതായത് ഇവിടെ ഒന്നിലധികം സോളിഡിൻ്റെ ഐസോമെട്രിക് വരയ്ക്കാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് സോളിഡ് എന്ന് പറയുന്നത് കോണിൻ്റെ ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്. കോണിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ബേസ് സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 14, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 50 millimeter. ഇതാണ് ഒന്നാമത്തെ സോളിഡ്. സെക്കൻഡ് സോളിഡ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ സ്ലാബാണ്. സ്ക്വയർ സ്ലാബ് എന്നുള്ളതിനേക്കാളും നമുക്കറിയാവുന്ന ടേം എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസം. സ്ക്വയർ സ്ലാബും സ്ക്വയർ പ്രിസവും സെയിം തന്നെയാണ്. ആ സ്ക്വയർ പ്രിസത്തിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് ബേസ് എഡ്ജ് വന്നിട്ട് 60 millimeter, ഹൈറ്റ് എന്ന് പറയുന്നത് 40 millimeter, ഹൈറ്റ് വന്നിട്ട് 40 millimeter. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് സോളിഡുകൾ. അപ്പോൾ അതിൽ ഒരു സോളിഡ് കോണും മറ്റൊരു സോളിഡ് എന്ന് പറയുന്നത് സ്ക്വയർ പ്രിസമാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് സോളിഡ്സിനെയും കൺസിഡർ ചെയ്യാണ്. ഫസ്റ്റ് സോളിഡ് എന്ന് പറയുന്നത് ഒരു കോണും സെക്കൻഡ് സോളിഡ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ പ്രിസം. അപ്പോൾ കോണിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ബേസ് സർക്കിളിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കോണിൻ്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. സ്ക്വയർ സ്ലാബിൻ്റെ കേസിലാണെങ്കിൽ സ്ക്വയർ സ്ലാബിൻ്റെ ബേസ് എഡ്ജ് അതായത് ടോപ്പിൽ നോക്കുമ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പ് അല്ലേ. അപ്പോൾ അതിൻ്റെ ബേസ് എഡ്ജും തന്നിട്ടുണ്ട് 60 millimeter ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് 40 millimeters. അപ്പോൾ ഈ രണ്ട് സോളിഡും ഒന്നിന് മുകളിൽ മറ്റൊന്നായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് സോളിഡിലെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏതാണ് ബോട്ടം സോളിഡ്, ഏതാണ് ടോപ്പ് സോളിഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എ കോൺ ഓഫ് ഡയമീറ്റർ 40 millimeter ബേസ് ആൻഡ് ഹൈറ്റ് 50 millimeter ഈ സർമൗണ്ടഡ്, അതായത് പ്ലേസ്ഡ് ഓൺ ടോപ്പ്. അതായത് കോണാണ് മുകളിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ മുകളിലായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? നമ്മുടെ സ്ക്വയർ സ്ലാബിന് മുകളിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന സോളിഡ് എന്ന് പറയുന്നത് കോണാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്ക്വയർ സ്ലാബിനെ HP-യിലായിട്ട് വെച്ചു. ഈ സർഫസ് എന്ന് പറയുന്നത് HP. അപ്പോൾ ആ സ്ക്വയർ സ്ലാബിനെ പ്ലേസ് ചെയ്തിട്ട് അതിന് മുകളിലായിട്ടാണ് കോണിനെ അതിൻ്റെ കൃത്യം സെൻട്രലായിട്ട് സ്ക്വയർ സ്ലാബിൻ്റെ കൃത്യം സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് സോളിഡ്സിനെയും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതായത് ഇതിനിപ്പോൾ ടിൽറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് സോളിഡ്സ് ഒരുമിച്ചായിരിക്കും ടിൽറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഞാൻ ഇതിൻ്റെ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഇവിടുത്തെ ഈ സ്ക്വയർ സ്ലാബിൻ്റെ സ്ക്വയർ സർഫസ് കാണാൻ പറ്റും. അതേപോലെ തന്നെ കോണിൻ്റെ ടോപ്പ് വ്യൂ ആയ സർക്കിളും കാണാൻ പറ്റും. ഇനി ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് സ്ക്വയർ സ്ലാബിൻ്റെ ഒരു റെക്റ്റാങ്കുലർ ഫേസും കാണാം, പിന്നെ കോണിൻ്റെ ഒരു ട്രയാങ്കുലർ സർഫസ് ആയിട്ടുമായിരിക്കും ഫ്രണ്ട് വ്യൂ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ ഒരു സ്ക്വയറും ഒരു സർക്കിളും, ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് ഒരു റെക്റ്റാങ്കിളും ഒരു ട്രയാങ്കിൾ. അതിൽ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് സ്ക്വയർ സ്ലാബിൻ്റെ ഫ്രണ്ട് വ്യൂ, ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മുടെ കോണിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിന് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് രണ്ട് സോളിഡ്സും ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ സ്ക്വയർ സ്ലാബ് ഉണ്ട്. അപ്പം ഞാൻ റഫായിട്ടൊരു സ്ക്വയർ സ്ലാബിൻ്റെ ഇമേജ് വരച്ചു. ഇതാണ് ഒരു സ്ക്വയർ സ്ലാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്വയർ സ്ലാബ് അതിൻ്റെ ഡയമെൻഷൻസും നോട്ട് ചെയ്തു. സ്ക്വയർ സ്ലാബ് അതിൻ്റെ ഡയമെൻഷൻസും നോട്ട് ചെയ്തു. അതിനുശേഷം സ്ക്വയർ സ്ലാബിൻ്റെ കൃത്യം സെൻട്രലായിട്ടാണ് നമ്മൾ കോണിനെ പ്ലേസ് ചെയ്യുന്നത്. കോണിനെ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്കും കോണിൻ്റെ സർക്കുലർ ബേസ് ഇവിടുത്തെ മുകളിലത്തെ സർഫസിലായിട്ടും ഇതായിരിക്കും കോണിൻ്റെ സ്കെച്ച് എന്ന് പറയുന്നത്. സ്ക്വയർ സ്ലാബും ഉണ്ട്, കോണും ഉണ്ട്. രണ്ടിൻ്റെയും ഡയമെൻഷൻസ് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അതും കൂടെ നോട്ട് ചെയ്യും. ഇനി ഇതിൽ രണ്ട് വ്യൂസാണ് എടുക്കേണ്ടത്. ഒരു ഫ്രണ്ട് വ്യൂ എടുക്കുന്ന
പിന്നെ ഒരു ടോപ്പ് വ്യൂ എടുക്കും. നമ്മൾ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എടുത്തിട്ട് ആദ്യമേ സിമ്പിൾ പൊസിഷൻ വരയ്ക്കും. സിമ്പിൾ പൊസിഷൻ വരച്ചിട്ടാണ് ഐസോമെട്രിക്കിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കണ്ടീഷൻ. സ്ക്വയർ സ്ലാബിൻ്റെ മുകളിലായിട്ട് കോണിനെ പ്ലേസ് ചെയ്യും. ഈ ചില ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ തിരിച്ച് വേണമെങ്കിലും ചോദിക്കാം. കോണിൻ്റെ മുകളിലായിട്ട് സ്ക്വയർ സ്ലാബിനെ പ്ലേസ് ചെയ്യും. അപ്പം ഒരു സ്ക്വയറും കാണും, പിന്നെ നമുക്ക് സർക്കിൾ ഇൻവിസിബിളായിട്ട് നിൽക്കുമായിരിക്കും. കാരണം ടോപ്പിൽ നോക്കുമ്പോൾ എനിക്കിപ്പോൾ സ്ക്വയർ മാത്രമേ കിട്ടുന്നു. ഇനി ഫ്രണ്ട് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഇമേജ് ആയിരിക്കും. അതായത് ട്രയാങ്കിളിൻ്റെ മുകളിലായിട്ട് ഒരു റെക്റ്റാങ്കിൾ, ഇതായിരിക്കും ഫ്രണ്ട് വ്യൂവിൽ കാണുന്ന ഇമേജ്. അപ്പം നമ്മുടെ കേസിൽ ടോപ്പ് വ്യൂവിൽ ഒരു സ്ക്വയർ, പിന്നെ ഒരു സർക്കിൾ. ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ ഒരു റെക്റ്റാങ്കിൾ, അതിന് മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ. അപ്പോൾ ഇതാണ് ഐസോമെട്രിക്കിലെ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മൊത്തം 2 സോളിഡ്സ് ആണുള്ളത്. ഒരു സ്ക്വയർ പ്രിസവും സ്ക്വയർ പ്രിസത്തിൻ്റെ മുകളിലായിട്ട് ഒരു കോൺ. അപ്പോൾ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സിമ്പിൾ പൊസിഷനിൽ നിന്ന്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമെട്രിക്. 2 സ്റ്റെപ്പുകളേ ഉള്ളൂ. അപ്പം ഇതിൽ ആദ്യം സിമ്പിൾ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ക്വയർ ആണ് കാണുന്നത്. ആ സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് സ്ക്വയർ സ്ലാബിൻ്റെ ബേസ് എഡ്ജ് തന്നിട്ടുണ്ട്, 60 മില്ലിമീറ്റർ എന്ന് ടെസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യമേ XY ലൈൻ വരയ്ക്കുക. XY ലൈൻ വരച്ചതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ഇവിടെ നിന്ന് XYയിൽ നിന്ന് സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് താഴത്തേക്ക് മാറിയിട്ട് അത് അസ്യൂംഡ് ഡിസ്റ്റൻസ് ആണ്. എന്നിട്ട് നമ്മൾ സ്ക്വയർ വരച്ചു. സ്ക്വയർ ഡയമെൻഷൻ എന്ന് പറയുന്നത് 60 മില്ലിമീറ്റർ ഡയമെൻഷൻ എടുത്ത് വേണം വരയ്ക്കാൻ. നെക്സ്റ്റ് ഈ സ്ക്വയർ സ്ലാബിൻ്റെ സ്ക്വയറാണ്, ടോപ്പ് വ്യൂവിലുള്ള സ്ക്വയറാണ് വരച്ചത്. ഇത് വരച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാം. അപ്പോൾ ഫ്രണ്ട് വ്യൂ വരയ്ക്കുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഈ എഡ്ജ് ലെഫ്റ്റ് എൻഡിനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇവിടെ മുകളിലോട്ട് പ്രൊജക്റ്റ് ചെയ്തു, ഇവിടെയും പ്രൊജക്റ്റ് ചെയ്തു. അവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്ന സ്ക്വയർ സ്ലാബിൻ്റെ ഹൈറ്റായ 40 മില്ലിമീറ്റേഴ്സും കൊടുത്ത് ഫ്രണ്ട് വ്യൂവും കംപ്ലീറ്റ് ചെയ്തു. അപ്പം ബോട്ടം സോളിഡ് ആദ്യമേ വരച്ചു. ബോട്ടം സോളിഡിൽ സ്ക്വയർ സ്ലാബാണ്. ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ സ്ക്വയർ, ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ റെക്റ്റാങ്കിൾ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ സ്ക്വയർ സ്ലാബിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ സെക്കൻഡ് സോളിഡായ കോണിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ കോണിൻ്റെ ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണാൻ പോകുന്ന ഒരു സർക്കിളാണ്. അപ്പോൾ ഈ സർക്കിളിനെ നമ്മൾ ഈ സ്ക്വയറിൻ്റെ കൃത്യം സെൻട്രലായിട്ട് വേണം പ്ലേസ് ചെയ്യാൻ. അതുകൊണ്ട് നമ്മളിവിടെ സ്ക്വയറിൽ 2 ഓപ്പോസിറ്റ് കോർണേഴ്സ് ജോയിൻ ചെയ്തു. ആ കൺസ്ട്രക്ഷൻ ലൈൻസ് വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് ജോയിൻ ചെയ്താൽ മതി. ഈ രണ്ടും അതുപോലെ തന്നെ 2 to 4, 1 to 3യും 2 to 4ഉം ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മുടെ കോണിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കും. കോണിൻ്റെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് സർക്കിളായിട്ടായിരിക്കും കാണുന്നത്. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 40 മില്ലിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സർക്കിൾ വരയ്ക്കും. ഈ ഡയഗ്രാംസിൻ്റെ മീറ്റിംഗ് പോയിന്റ് വേണം സെൻറ്റർ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ സർക്കിൾ വരച്ചു. നെക്സ്റ്റ് കോണിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് ഒരു ട്രയാങ്കിളാണ്. അത് ഈ സ്ക്വയർ സ്ലാബിൻ്റെ ഫ്രണ്ട് വ്യൂവിൻ്റെ മുകളിലേക്കാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഓൾറെഡി സ്ക്വയർ സ്ലാബിൻ്റെ ഫ്രണ്ട് വ്യൂ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോണിൻ്റെ ടോപ്പ് വ്യൂവിലുള്ള സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആദ്യമേ ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കോണിൻ്റെ ആക്സിസ് കാണിക്കുക. ആക്സിസിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു പോയിന്റ്, ഇവിടെ മുതൽ ടോപ്പ് സർഫസ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 50. അപ്പോൾ ടോട്ടൽ ഫ്രണ്ട് വ്യൂവിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് സ്ക്വയർ സ്ലാബിൻ്റെ ഹൈറ്റായ 40 പിന്നെ കോണിൻ്റെ ഹൈറ്റായ 50 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് കോണിൻ്റെ ഹൈറ്റ് എടുക്കുമ്പോൾ ഈ സർഫസിൽ നിന്ന് വേണം എന്ത് ചെയ്യേണ്ടത് 50 എടുക്കുക. ശരി, അപ്പോൾ അങ്ങനെ 50 എടുത്ത് കോണിൻ്റെ ഹൈറ്റും മാറ്റി. നെക്സ്റ്റ് ഇവിടുത്തെ ഈ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ ഇവിടത്തേക്ക് വരയ്ക്കുക. റൈറ്റ് എൻഡിൽ നിന്ന് സർക്കിളിൻ്റെ റൈറ്റ് എൻഡിൽ നിന്ന് ഒരു പ്രൊജക്ഷൻ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ശരി, നെക്സ്റ്റ് ഈ പോയിന്റ് ഇവിടെ അപ്പെക്സുമായിട്ട് കോണിൻ്റെ അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള പോയിന്റും കോണിൻ്റെ അപ്പെക്സുമായിട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ നമുക്ക് ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുവാണെങ്കിൽ ടോപ്പ് വ്യൂവിൽ ഇതായിരിക്കും കാണുന്നത്, ഒരു സ്ക്വയറും ഒരു സർക്കിൾ. ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഇതുപോലത്തെ ഒരു ഇമേജ്. ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ കാണുന്നത് ഒരു റെക്റ്റാങ്കിളും പിന്നെ ഒരു കോണിൻ്റെ ഒരു ട്രയാങ്കിളും ആയിരിക്കും കാണും. അപ്പോൾ അത് വരച്ച് കഴിഞ്ഞു സിമ്പിൾ പൊസിഷൻ ആയിട്ടാണ്. സിമ്പിൾ പൊസിഷൻ കഴിഞ്ഞിട്ട് വേണം നേരെ ഐസോമെട്രിക് വ്യൂ സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഐസോമെട്രിക് വ്യൂ വരയ്ക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ ബേസ് ലൈൻ വരച്ചു. XYക്ക് പാരലായിട്ട് ഒരു ബേസ് ലൈൻ വരച്ചു. ബേസ് ലൈൻ മാർക്ക് ചെയ്തു. ബേസ് ലൈനിൽ സ്യൂട്ടബിൾ ആയിട്ട് ഒരു പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ 2 ലൈൻസ്. അപ്പോൾ ലെഫ്റ്റിലോട്ടും 30 ഡിഗ്രി, ഇവിടെ നിന്നും 30 ഡിഗ്രി എടുത്തു. ആ 2 ലൈൻസും മാർക്ക് ചെയ്യാം. അപ്പം ഇത് കൺസ്ട്രക്ഷൻ ലൈനാണ്, അതുകൊണ്ട് തന്നെ ലൈറ്റർ ഷെയ്ഡിൽ വേണം വരയ്ക്കാൻ. അപ്പോൾ അത് 2 ലൈൻസും വരച്ചു. നെക്സ്റ്റ് നമ്മുടെ ബോട്ടം സോളിഡ് നോക്കുമ്പോഴത്തേക്കും ബോട്ടം സോളിഡ് എന്ന് പറയുന്ന സ്ക്വയർ സ്ലാബാണ്. സ്ക്വയർ സ്ലാബിൻ്റെ കോർണേഴ്സ് 1, 2, 3 and 4 എന്ന് നമ്പർ കൊടുത്തു. നെക്സ്റ്റ് ഈ 1നെ നമ്മൾ ഇവിടേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 1 ആണ്. 1നെ നമ്മൾ
റൈറ്റ് സൈഡിലേക്ക് എടുത്ത് ഷിഫ്റ്റ് ചെയ്ത്, അതായത് ഐസോമെട്രിക് ഡ്രോയിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. 1നെ ഐസോമെട്രിക് ഡ്രോയിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് 1 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ 30 ഡിഗ്രി ഇൻക്ലിനേഷൻ ലൈൻസ് ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും 30 ഡിഗ്രി, ഇവിടെയും 30 ഡിഗ്രി. നെക്സ്റ്റ് 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു. 1 മുതൽ 2 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു, 1ൽ വെച്ചിട്ട് ആർക്ക് വരച്ചു. അതേപോലെ തന്നെ 1 മുതൽ 4 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു, അതും 1ൽ വെച്ചിട്ട് ഇവിടെ റൈറ്റ് സൈഡിലോട്ട് ഒരു ആർക്ക്. അപ്പോൾ അങ്ങനെ ആർക്ക് വരയ്ക്കുമ്പോഴത്തേക്ക് ഇവിടെ കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെയായിട്ട് 2 വന്നിട്ടുണ്ട്, ഇവിടെയായിട്ട് 4 വന്നിട്ടുണ്ട്. നെക്സ്റ്റ് 3 കിട്ടണം. 3 കിട്ടാൻ വേണ്ടി 2 to 3 ഡിസ്റ്റൻസ് എടുക്കുക, 2ൽ വെച്ചിട്ട് ഒരു ആർക്ക് വരയ്ക്കുക, 4 to 3 ഡിസ്റ്റൻസ് എടുക്കുക, 4ൽ വെച്ചിട്ടും ആർക്ക് വരയ്ക്കുക. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പോയിന്റ് 3 എന്ന് പറയുന്നത് ഇവിടെയായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടം സോളിഡിൽ ഈ ഒരു ലൈനാണ് ഞാനിപ്പോൾ വരച്ചത്. അതായത് ബോട്ടം സോളിഡിൻ്റെ ബേസ് ആണ് ഇപ്പോൾ വരച്ചത്. ഇനി ഇവിടെ നിന്ന് 40 mm ഹൈറ്റിലായിട്ടാണ് അടുത്ത സർഫസ് വരുന്നത്. അപ്പോൾ 40 mm ഹൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി 1ൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. ആ ലൈൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 to ഈ പോയിന്റ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ സ്ക്വയർ സ്ലാബിൻ്റെ ഹൈറ്റാണ് 40. അടുത്തത് 2ൽ നിന്ന് പെർപെൻഡിക്കുലർ, 4ൽ നിന്ന് പെർപെൻഡിക്കുലർ, അതേപോലെ തന്നെ 3ൽ നിന്ന് പെർപെൻഡിക്കുലർ. ശരി, അപ്പം മുകളിലും കിട്ടുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് 1, ഇവിടെ 2, ഇവിടെയായിട്ട് 3, ഇവിടെയായിട്ട് 4. ഇനി ആ 4 പോയിൻറ്റ്സും കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് നമുക്ക് കിട്ടിയ സ്ക്വയർ സ്ലാബിൻ്റെ ഇമേജ് എന്ന് പറയുന്നത്. ഇത് കുറച്ച് പോർഷൻസൊക്കെ ഇൻവിസിബിൾ ആക്കാറുണ്ട്, കാരണം ഇതിന് മുകളിൽ മറ്റൊരു സോളിഡും കൂടെ വരാനായിട്ടാണ്. അപ്പോൾ സെക്കൻഡ് സോളിഡ് എന്ന് പറയുന്നത് നമ്മുടെ കോണാണ്. അപ്പോൾ കോണിനെ നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കോണിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സ്ക്വയർ വരച്ചു. കോണിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കോണിൻ്റെ 4 സൈഡ്സും കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ലെഫ്റ്റ് മോസ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, ടോപ്പ് സൈഡും ബോട്ടം സൈഡും കൺസിഡർ ചെയ്തിട്ട് അതിൽ ഓരോ പോയിൻറ്റ്സിലൂടെയും എക്സ് വൈക്ക് പാരലൽസ്, ഇതിലൂടെ ഒരു പാരലൽ, ഇവിടെയും ഒരു പാരലൽ, അതേപോലെ തന്നെ ഇവിടെയും എക്സ് വൈക്ക് ഒരു പെർപെൻഡിക്കുലർ, ഇവിടെ എക്സ് വൈക്ക് ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ നമ്മുടെ മൊത്തം കോണെന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു സർഫസിനുള്ളിലായിട്ട് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ സർഫസിനുള്ളിലായിട്ട് എൻക്ലോസ്. ഇതിപ്പോൾ സർക്കിൾ ആയതുകൊണ്ട് ഒരു സ്ക്വയറിനുള്ളിലായിട്ടാണ് എൻക്ലോസ്ഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ഈ പുതിയ സ്ക്വയറിൻ്റെ കോർണേഴ്സിന് നമ്പർ കൊടുക്കുക. 5, 1ൻ്റെ അടുത്ത് 5 കൊടുക്കുക, 2ൻ്റെ അടുത്ത് 6 കൊടുക്കുക, ഇവിടെ ആയിട്ട് 7 കൊടുക്കുക. ഈ പോയിന്റ് എന്ന് പറയുന്നത് 8. ശരി, അപ്പോൾ ഈ 5, 6, 7, 8ൻ്റെ ഉള്ളിലായിട്ടാണ് സർക്കിൾ വരുന്നത്. 5, 6, 7, 8 ഉള്ളിലായിട്ട് സർക്കിൾ വരും. ശരി, അപ്പോൾ നമ്മൾ 5, 6, 7, 8നെ ആദ്യം ഐസോമെട്രിക്ക് കൊണ്ടുവരും. അതിനുവേണ്ടി 5, 6 എന്ന് പറയുന്ന ലൈനിനെ 2 സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ 5, 8 എന്ന് പറയുന്ന ലൈനിനെ 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. 6, 7നെ 2 സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. 7, 8നെയും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ശരി, നെക്സ്റ്റ് 1 ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ 1, 2ൽ പുതിയ 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. 5ൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്ന് മീറ്റ് ചെയ്തിട്ടുണ്ട്, 6ൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ വന്നിട്ടുണ്ട്. 2, 3ൽ പുതിയ 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. 3, 4ൽ പുതിയ 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് 1, 4ൽ പുതിയ 2 പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോയിൻറ്റ്സിനെല്ലാം നമ്മൾ ആദ്യം ഇവിടുത്തെ ഈ 1, 2, 3, 4 എന്ന് പറയുന്ന മുകളിലത്തെ സർഫസിലായിട്ട് കൊണ്ടുവരണം. ആ ഐസോമെട്രിക്കിലെ ടോപ്പ് സർഫസ്. അതിൽ 1 മുതൽ ഫസ്റ്റ് പോയിന്റ് വരെയുള്ള 1, 2ലുള്ള ഫസ്റ്റ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്ത് 1ൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. അതേപോലെ തന്നെ 2 മുതൽ 1, 2ൽ പുതിയ സെക്കൻഡ് പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു, 2ൽ വെച്ചിട്ട് ആർക്ക് കട്ട് ചെയ്തു. ഇതേപോലെ തന്നെയാണ് 2, 3ലുള്ള ഈ 2 പോയിൻറ്റ്സ്. 2, 3ലുള്ള പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതും ആ 2 പോയിൻറ്റ്സിനെ ഇവിടെ എത്തിക്കും. അപ്പോൾ ഈ പോയിൻറ്റ്സിനെ എല്ലാം എത്തിച്ച് കഴിയുമ്പോഴത്തേക്കും കിട്ടിയ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓരോന്നും ഇതേപോലെ തന്നെ ആർക്കെടുത്ത് കട്ട് ചെയ്തിട്ട് വേണം ഇവിടെ കൊണ്ടുവരാനായിട്ട്. ഓരോന്നും ആർക്കെടുത്ത് കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുപോകും. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ 1, 2ന് പാരലായിട്ട് ഇവിടുത്തെ പുതിയ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. 3, 4ന് പാരലായിട്ട് ഇവിടുത്തെ പുതിയ 2 പോയിൻറ്റ്സും ജോയിൻ ചെയ്തൊരു ലൈൻ വരയ്ക്കുക. 2, 3ക്ക് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അതേപോലെ തന്നെയാണ് ഇവിടെയും 1, 4ന് പാരലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. അപ്പം ഈ ഇവിടെ ഇപ്പോൾ ഒരു ചെറിയ പാരലോഗ്രാം കിട്ടിയിട്ടുണ്ട്. ഈ പാരലോഗ്രാമിനുള്ളിലായിട്ടാണ് നമ്മൾ നമ്മുടെ പാരലോഗ്രാമിൻ്റെ 4 കോർണേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ
ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ ഒരു. ഇതാണ് നമ്മുടെ ചെറിയൊരു പാരലോഗ്രാം. ഈ പാരലോഗ്രാമിനുള്ളിലായിട്ടാണ് നമ്മൾ സർക്കിളിന് വരയ്ക്കുന്നത്. സർക്കിൾ ഐസോമെട്രിക്കിലേക്ക് മാറുമ്പോഴത്തേക്കും എലിപ്സ് ആയിരിക്കും. ആ എലിപ്സിന് വരയ്ക്കാൻ വേണ്ടിയുള്ള മെത്തേഡ് എന്ന് പറയുന്നത് 4 സെൻറ്റർ മെത്തേഡാണ് അല്ലേ. 4 സെൻറ്റർ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ 4 സെൻറ്റർ മെത്തേഡിൽ ഈ 5-6 സർക്കിൾ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെയാണ്. 5-6 സർക്കിൾ കട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. പിന്നെ 6-7 ഇവിടെ ആയിട്ടൊരു പോയിന്റ്, 7-8 ഇവിടെ ആയിട്ടൊരു പോയിന്റ്, 5-8 ഇവിടെ ആയിട്ടൊരു പോയിന്റ്. അപ്പോൾ ഈ 4 പോയിന്റ്സിനെ ഇവിടെ കൊണ്ടുവരും. ഇനി കൊണ്ടുവരാൻ വേണ്ടി നമ്മളിവിടെ കിട്ടിയ പുതിയ പോയിന്റ്സ് എന്ന് പറയുന്നത് ഈ പോയിന്റ് 5, 1ൻ്റെ അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് 5, 2ൻ്റെ അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് 6, 3യുടെ അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് 7, 4ന് അടുത്തുള്ള പോയിന്റ് എന്ന് പറയുന്നത് 8. ശരി, നെക്സ്റ്റ് നമ്മൾ ഇവിടെ 5-6 പുതിയ പോയിന്റ്, സർക്കിളിലെ പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു പോയിന്റാണ്, ആ ടാൻജൻഷ്യൽ പോയിന്റ്. അതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്തു 5ൽ വെച്ചിട്ട് ഇവിടെ ഐസോമെട്രിക്കിലെ 5-6 കട്ട് ചെയ്തു. അതേപോലെ തന്നെ 6-7 പുതിയ പോയിന്റ് കോമ്പസിലെടുത്തു, 6ൽ വെച്ചിട്ട് ഇവിടുത്തെ ഐസോമെട്രിക്കിൽ കട്ട് ചെയ്തു. അടുത്തത് 7-8 പുതിയ പോയിന്റ് ഇവിടെ, അത് 7ൽ വെച്ചിട്ട് കട്ട് ചെയ്തു. 5-8 പോയിന്റ് ഉണ്ട്, ടാൻജൻഷ്യൽ പോയിന്റ്, ഈ പോയിന്റ് അതുവരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പുതിയ പോയിന്റ്സ് 1, 2, 3 ആൻഡ് 4. നെക്സ്റ്റ് 4 സെൻറ്റർ മെത്തേഡിൽ പറഞ്ഞതുപോലെ തന്നെ 2 വി ഷേപ്പ്. അതിൽ ഫസ്റ്റ് വി എന്ന് പറയുന്നത് ഇതുപോലെ, ഇവിടെ 5ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വിയും പിന്നെ 7ൽ നിന്ന് തിരിച്ചു വരുന്ന മറ്റൊരു വി. ഇങ്ങനെയാണ് 2 വി ലൈൻസ് വരുന്നത്. അപ്പോൾ ആ ലൈൻസിനെ ഇവിടെ വരയ്ക്കണം. വളരെ ലൈറ്റായിട്ടേ വരയ്ക്കുന്നുള്ളൂ, എന്തെങ്കിലും അതേ കണക്ക് തന്നെ ലൈറ്റായിട്ട് ചെയ്യും. ജസ്റ്റ് വരച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ശരി, ഇനി ഈ 2 വീസും കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ 4 സെൻറ്റർ മെത്തേഡാണ്. അപ്പോൾ 4 സെൻറ്റേഴ്സ്, ഒരു സെൻറ്റർ ഇവിടെ, സെക്കൻഡ് സെൻറ്റർ ഇവിടെ, തേർഡ് സെൻറ്റർ ഇവിടെ. ഈ സെൻറ്റേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ആർക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ആർക്ക് വരയ്ക്കുമ്പോഴത്തേക്കും ആദ്യം ഈ പോയിന്റ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുത്തു ഒരു ആർക്ക്. നെക്സ്റ്റ് നേരെ 7ൽ വെച്ചു, ആദ്യം 5ൽ വെച്ചിട്ടാണ് ആർക്ക് എടുത്തത്. നെക്സ്റ്റ് 7 മുതൽ ഇവിടുത്തെ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് സെക്കൻഡ് ആർക്ക്. നെക്സ്റ്റ് ഇവിടുത്തെ ക്രോസ് ഓവർ ആവുന്ന പോയിൻ്റാണ്. നമ്മൾ സാധാ കോൺ വരയ്ക്കുമ്പോൾ ചെയ്ത പോലെ തന്നെയാണ് 4 സെൻറ്റർ എടുത്തത്. ഇവിടെ വി വരയ്ക്കുമ്പോഴത്തേക്കും ചെറിയ വി ലൈൻസ് ആയി പോയെന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് വരച്ചു. നെക്സ്റ്റ് ഇവിടെ വെച്ചിട്ടും നെക്സ്റ്റ് ആർക്ക് വെച്ചു. ഇപ്പം ഞാൻ ഡാർക്കൻ ചെയ്തിട്ടില്ല, അതിന് മുമ്പായിട്ട് കോണിൻ്റെ ഹൈറ്റും കൂടെ മാർക്ക് ചെയ്യും. അപ്പോൾ ചെറിയൊരു എലിപ്സ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് ഡാർക്കൻ ചെയ്യുന്നു. എന്നിട്ട് നെക്സ്റ്റ് ഇവിടുത്തെ ഈ 2 ഡയഗണൽസ് 6-8 അതേപോലെ തന്നെ 5-7 തമ്മിൽ ജോയിൻ ചെയ്യുന്ന മീറ്റിംഗ് പോയിൻ്റ് ആയിരിക്കും ഈ എലിപ്സിൻ്റെ സെൻറ്ററായിട്ട് വരുന്ന. ആ സെൻറ്ററിൽ നിന്ന് എലിപ്സിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യും. എലിപ്സിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈറ്റ് വന്നിട്ട് ഇവിടുത്തെ സെയിം ഹൈറ്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ ആ 50 ഇവിടേക്ക് മാർക്ക് ചെയ്യും. അപ്പം ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയാണ് 50. അത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഈ പോയിന്റിൽ നിന്ന് നമ്മുടെ എലിപ്സിലേക്ക് ഒരു ടാൻജൻറ്റ്, ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടാൻജൻറ്റ്, ഇവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്കും ഒരു ടാൻജൻറ്റ്. ഇനിയാണ് ഞാൻ ആ എലിപ്സിനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എലിപ്സിൻ്റെ ഇതിൻ്റെ ഇത്രയും പോർഷനാണ് എലിപ്സിലുള്ളത്. ഈ ഒരു റീജിയനാണ് എലിപ്സിൽ വരുന്നത്. എലിപ്സിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് തുടക്കം അത് ഫുള്ളായിട്ട് വരയ്ക്കുക എലിപ്സ് ആയിട്ടാണ്. നെക്സ്റ്റ് നമ്മുടെ സ്ക്വയർ സ്ലാബിനെ നോക്കുവാണെങ്കിൽ സ്ക്വയർ സ്ലാബിൻ്റെ ഇതുവരെയുള്ള റീജിയൻ വിസിബിളാണ്. ഇതുവരെയും ഇത് തൊട്ട് ഇതുവരെയും വിസിബിൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഐസോമെട്രിക് വരുന്നത്. അപ്പം ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ആക്ച്വൽ സോളിഡ്സിനെ മാത്രം ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കളർ ഷെയ്ഡ് വെച്ച് വരയ്ക്കുന്നത് മാത്രമാണ് നമുക്ക് വേണ്ട ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാം ലൈറ്റർ ഷെയ്ഡായിരിക്കും. ബാക്കിയുള്ള എല്ലാ ലൈൻസും ലൈറ്റർ ഷെയ്ഡായിരിക്കുന്നു. അതായത് നമ്മുടെ റിയൽ സോളിഡ്സ് മാത്രം ഇവിടെ വരച്ചാൽ മതി. ബാക്കിയുള്ള എല്ലാം കൺസ്ട്രക്ഷൻ ലൈൻസാണ്. എലിപ്സിന് വേണ്ടി വരച്ച 2 വിയും എല്ലാം വീണേച്ചാൽ ലാസ്റ്റിൽ വന്നിട്ട് ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വിട്ടുകൊടുക്കും. അതായത് ഈ ഒരു പോർഷനെല്ലാം നമുക്ക് ലൈറ്റായിട്ട് റേസ് ചെയ്ത് ഇട്ടുകൊടുക്കും. ഈ ഒരു റീജിയനിൽ എലിപ്സിനുള്ളിലുള്ള ആ വി ലൈൻസ് എല്ലാം വരച്ചില്ലായിരുന്നു, അതെല്ലാം കൺസ്ട്രക്ഷൻ ലൈൻസ് ആയിരുന്നു, ലൈറ്റായിട്ട് റേസ് ചെയ്തു.
ഇവിടുത്തെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി. ഇവിടുത്തെ ആംഗിൾ 30 ഡിഗ്രി. അപ്പം ഇതിൽ മുകളിലത്തെ സർഫസിൽ നിൽക്കുന്നതെന്ന് പറയുന്നത് കോൺ. ബോട്ടം സോളിഡ് എന്ന് പറയുന്നത് സ്ക്വയർ സ്ലാബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം. ഇങ്ങനെയാണ് കണ്ടീഷൻ. ഇതിന് നമ്മൾ കോമ്പിനേഷൻ ഓഫ് സോളിഡ്സ്. ഇത് തന്നെ വേണമെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനും ചോദിക്കും. ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐസോമെട്രിക് സ്കെയിലിൻ്റെ പ്രിപ്പറേഷൻ ആയിരിക്കും. ഐസോമെട്രിക് സ്കെയിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇവിടുത്തെ ഈ ഒരു കണ്ടീഷൻ വരയ്ക്കാൻ.